ഭാരതത്തിന് നേരെ വിരൽ ചൂണ്ടുന്നവർക്കും നമ്മുടെ മണ്ണിൽ ചോരപ്പുഴയൊഴുക്കാനായി പദ്ധതി ഇടുന്നവർക്കും ഒരു മുന്നറിയിപ്പ്. കാലം മാറി, കഥയും മാറി. ഇത് പഴയ ഇന്ത്യയല്ല. അതിർത്തി കടന്നു വരുന്നവനെ അതിർത്തിയിൽ വെച്ച് തടയുക മാത്രമല്ല, അവരുടെ താവളങ്ങളിൽ കയറി ശ്വാസം മുട്ടിക്കാനും അറിയാവുന്ന നവഭാരതമാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പാകിസ്ഥാന്റെ തെരുവുകളിൽ ചില അജ്ഞാത രൂപങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പാക് സൈന്യത്തിന് പിടികൊടുക്കാതെ ISIയെ വെള്ളം കുടിപ്പിക്കുന്ന ആ അജ്ഞാത തോക്കുധാരികൾ ആരാണ്? ലഷ്കർ-ഇ തൊയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ഉന്നത തലവന്മാർ ഒന്നൊന്നായി മണ്ണടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി ഇന്ത്യയുടെ ഉറക്കം കെടുത്തിയ കൊടും ഭീകരൻ മൗലാന മസൂദ് അസറിന്റെ സഹോദരൻ മുഹമ്മദ് താഹിർ അൻവർ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇത് വെറുമൊരു മരണമല്ല, ഇതൊരു സന്ദേശമാണ്. ഭാരതത്തിന്റെ ശത്രുക്കൾക്ക് ഇനി ഭൂമിയിൽ ഒരിടത്തും സുരക്ഷിതമായി ഒളിത്താവളമില്ല എന്ന കടുത്ത സന്ദേശം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പാകിസ്ഥാനിൽ നടക്കുന്ന ആ ദുരൂഹ മരണങ്ങളെക്കുറിച്ചും ഭാരതത്തിന്റെ ശത്രു സംഹാര ബുദ്ധിക്ക് മുന്നിൽ വിറച്ചു നിൽക്കുന്ന ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സാമ്രാജ്യത്തെക്കുറിച്ചാണ്. ഒപ്പം ഭാരതത്തിന്റെ സൈനിക കരുത്ത് ലോകത്തിന് മുന്നിൽ എങ്ങനെ അടയാളപ്പെടുത്തുന്നു എന്നും നമ്മൾ പരിശോധിക്കുന്നു. പാകിസ്ഥാനിലെ ബഹാവൽപൂർ ജെയ്ഷെ മുഹമ്മദിന്റെ ഉരുക്കു കോട്ട എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. അവിടെയാണ് മൗലാന മസൂദ് അസറിന്റെ വലങ്കയും സഹോദരനുമായ മുഹമ്മദ് താഹിർ അൻവർ അന്ത്യശ്വാസം വലിച്ചത്. എങ്ങനെയായിരുന്നു ആ മരണം? പാകിസ്ഥാൻ സൈന്യം അതീവ രഹസ്യമായി വെച്ചിരിക്കുന്ന ആ സത്യം ലോകമറിഞ്ഞത് ജെയ്ഷയുടെ തന്നെ ഔദ്യോഗിക ചാനൽ വഴിയാണ്. ബഹാവൽപൂരിലെ ജാമിയ മസ്ജിദ് ഉസ്മാൻ വാലിയിൽ അവനെ അടക്കം ചെയ്യുമ്പോൾ ജെയ്ഷെ പ്രവർത്തകർക്കിടയിൽ ഭീതി പടർന്നിരുന്നു. എന്തുകൊണ്ടാണ് അൻവറിന്റെ മരണം ഇത്ര പ്രസക്തമാകുന്നത്? മസൂദ് അസർ വെറുമൊരു മുഖം മാത്രമാണെങ്കിൽ ജെയ്ഷെ എന്ന ഭീകര പ്രസ്ഥാനത്തിന്റെ പണപ്പെട്ടി സൂക്ഷിച്ചിരിക്കുന്നത് അൻവർ ആയിരുന്നു. ഫണ്ടിങ്, ലോജിസ്റ്റിക്സ്, ഇന്ത്യക്കെതിരെയുള്ള ഓപ്പറേഷനുകൾക്ക് പണമെത്തിക്കൽ, ഇതിനെല്ലാം പിന്നിൽ അൻവർ ആയിരുന്നു. അവന്റെ മരണം ജെയ്ഷെയുടെ സാമ്പത്തിക നട്ടലൊടിക്കലാണ്. ഭീകരതയ്ക്ക് പണമില്ലെങ്കിൽ ആയുധമില്ല, ആയുധമില്ലെങ്കിൽ അക്രമമില്ല. അൻവറിനെ ഇല്ലാതാക്കുന്നതിലൂടെ ജെയ്ഷയുടെ ഭാവി പ്രവർത്തനങ്ങളെ ഭാരതം മുളയിലെ നുള്ളിയിരിക്കുകയാണ്. നമ്മൾ ഈ വിഷയത്തെ കൂടുതൽ ആഴത്തിൽ വിശകലനം ചെയ്യുമ്പോൾ ആരാണ് മൗലാന മസൂദ് അസർ എന്ന് നവതലമുറ അറിഞ്ഞിരിക്കണം. ഭാരതത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായങ്ങളിലെല്ലാം ഈ പേരുണ്ട്. മസൂദ് അസർ കശ്മീരിൽ ഭീകര പ്രവർത്തനത്തിനെത്തിയപ്പോൾ ഭാരതത്തിന്റെ ധീരരായ സൈനികർ അവനെ പിടികൂടി. വർഷങ്ങളോളം അവൻ ഇന്ത്യയിൽ ജയിലിലായിരുന്നു. പിന്നെ ഇന്ത്യൻ എയർലൈൻസിന്റെ വിമാനം തട്ടിക്കൊണ്ടുപോയി കാണ്ഡഹാറിൽ എത്തിച്ച ഭീകരൻ യാത്രക്കാരുടെ ജീവന് പകരമായി ആവശ്യപ്പെട്ടത് മസൂദ് അസറിന്റെ മോചനമായിരുന്നു. ആയിരക്കണക്കിന് നിരപരാധികളുടെ ജീവൻ രക്ഷിക്കാൻ അന്ന് ഭാരതത്തിന് ആ കൊടും ഭീകരനെ വിട്ടു നൽകേണ്ടി വന്നു. മോചിതനായ ഉടൻ തന്നെ പാകിസ്ഥാനിലെത്തിയ അസർ ജെയ്ഷെ മുഹമ്മദ് രൂപീകരിച്ചു. ഭാരതത്തെ തകർക്കുമെന്ന പരസ്യ പ്രഖ്യാപനത്തോടെ അവൻ പ്രവർത്തനം തുടങ്ങി. അന്ന് മുതൽ ഇന്ന് വരെ ഭാരതത്തിന്റെ നെഞ്ചിൽ അവൻ ഏൽപ്പിച്ച മുറിവുകൾ ചെറുതൊന്നുമല്ല. 2001 പാർലമെന്റ് ആക്രമണം, 2008 മുംബൈ ഭീകരാക്രമണം, 2016 പത്താൻകോട്ട്, ഒടുവിൽ 2019 പുൽവാമ. ഓരോ ആക്രമണത്തിന് പിന്നിലും ഈ വിഷപ്പാമ്പിന്റെ ബുദ്ധി ഉണ്ടായിരുന്നു. ഐക്യരാഷ്ട്രസഭ അവനെ അന്താരാഷ്ട്ര ഭീകരനായി പ്രഖ്യാപിച്ചിട്ടും പാകിസ്ഥാൻ സൈന്യം അവൻ Z+ സുരക്ഷയാണ് നൽകുന്നത്. പക്ഷെ ഇന്ന് ആ സുരക്ഷാ വലയങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. ഭാരതം ആക്രമിക്കപ്പെട്ട വെറുതെ ഇരിക്കില്ലെന്ന ലോകത്തിന് ബോധ്യമായത് സമീപകാലത്താണ്. ജമ്മു കശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ തിരിച്ചടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ഈ വ്യോമാക്രമണം മസൂദ് അസറിന്റെ കുടുംബത്തെ അക്ഷരാർത്ഥത്തിൽ തന്നെ തകർത്ത് കളഞ്ഞു. മസൂദ് അസർ തന്നെ ഒരു ഓഡിയോ സന്ദേശത്തിൽ ഇത് സമ്മതിക്കുകയുണ്ടായി. എന്റെ കുടുംബത്തിലെ 10 അംഗങ്ങളും 4 സഹായികളും കൊല്ലപ്പെട്ടു. ബഹാവൽപൂരിലെ ജെയ്ഷെ ആസ്ഥാനമായ ജാമിയ മസ്ജിദ് സുബാൻ അള്ളാഹിന് നേരെ നടന്ന ആ ആക്രമണത്തിൽ അസറിന്റെ സഹോദരിയും ഭർത്താവും വരെ ഇല്ലാതായി. അന്ന് തുടങ്ങിയതാണ് ജെയ്ഷയുടെ നാശം. ഇന്ന് അൻവർ കൂടി കൊല്ലപ്പെട്ടതോടെ അസറിന്റെ വംശാവലി തന്നെ ഇല്ലാതാകുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. ശത്രുവിന്റെ വേരറക്കുക എന്ന തന്ത്രമാണ് ഭാരതം ഇവിടെ പ്രയോഗിച്ചത്. കഴിഞ്ഞ 18 മാസത്തിനിടെ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ പട്ടിക പരിശോധിച്ചാൽ ആർക്കും അത്ഭുതം തോന്നും. ഇത് കേവലം ആകസ്മികമായ മരണങ്ങളല്ല, മറിച്ച് കൃത്യമായി ആസൂത്രണം ചെയ്ത ക്ലീനിങ് ഓപ്പറേഷനാണ്. ഷാഹിദ് ലത്തീഫ് പത്താൻകോട്ട് ആക്രമണത്തിന്റെ മാസ്റ്റർ മൈൻഡ്. സിയാൽകോട്ടിലെ പള്ളിയിൽ വെച്ച് അജ്ഞാതരായി തോക്കുധാരികൾ അവനെ വെടിവെച്ച് കൊന്നു. ലഷ്കർ ഭീകരനായ അക്രം ഖാസി കറാച്ചിയിൽ വെച്ച് വെടിയേറ്റ് വീണു. അദ്നാൻ അഹമ്മദ്, ഹാഫിസ് സയ്യിദിന്റെ വലങ്കൈയായിരുന്ന ഇവൻ ലാഹോറിലെ സുരക്ഷാ താവളത്തിൽ വെച്ച് കൊല്ലപ്പെട്ടു. ഖ്വാജ ഷാഹിദ് ലഷ്കർ കമാൻഡർ തട്ടിക്കൊണ്ടുപോയ ശേഷം കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തി. എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? പാകിസ്ഥാൻ സൈന്യത്തിന്റെയും ISIയുടെയും മൂക്കിന് താഴെ ഇവർക്ക് സുരക്ഷിതത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു. പണ്ട് ഇന്ത്യക്കെതിരെ പരസ്യമായി പ്രസംഗിച്ച് നടന്നവർ ഇന്ന് വീടിന് പുറത്തിറങ്ങാൻ ഭയക്കുകയാണ്. അവർക്ക് ഭക്ഷണം എത്തിക്കുന്നവർ പോലും ഇന്ന് സംശയത്തിന്റെ നിഴലിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും
പലതവണ ആവർത്തിച്ചൊരു കാര്യമുണ്ട്: ഇന്ത്യയെ തൊട്ടാൽ സഹിക്കില്ല. ശത്രുക്കളുടെ താവളത്തിൽ കയറി അവരെ തീർക്കാൻ ഇന്ത്യക്ക് യാതൊരു മടിയുമില്ല. ഈ വാക്കുകൾ വെറും പ്രസംഗമല്ലെന്ന് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സർജിക്കൽ സ്ട്രൈക്കിലൂടെയും ബാലാക്കോട്ട് വ്യോമാക്രമണത്തിലൂടെയും ഇന്ത്യ ലോകത്തിന് കാണിച്ചു കൊടുത്തു തങ്ങളുടെ സൈനിക കരുത്ത്. എന്നാൽ ഇപ്പോൾ നടക്കുന്നത് അതിനേക്കാൾ വലിയൊരു സൈലന്റ് ഓപ്പറേഷൻ ആണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും വിലയിരുത്തുകയാണ്. ഇന്ത്യൻ ഇന്റലിജൻസ് ഇന്ന് ലോകത്തെ ഏറ്റവും മികച്ച ഏജൻസികളിൽ ഒന്നാണ്. ശത്രു എവിടെ ഒളിച്ചാലും അവനെ കണ്ടെത്താനുള്ള സാങ്കേതിക വിദ്യയും മനുഷ്യ വിഭവശേഷിയും ഭാരതത്തിനുണ്ട്. പാകിസ്ഥാൻ ആരോപിക്കുന്നത് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ റോ ആണെന്നാണ്. എന്നാൽ ഇന്ത്യയുടെ നിലപാട് എന്നും ലളിതമാണ്: ഇത് ഭീകരർ തമ്മിലുള്ള കുടിപ്പകയാണ്. നിങ്ങൾ വളർത്തുന്ന പാമ്പുകൾ നിങ്ങളെ തന്നെ കടിക്കുന്നു. സത്യം എന്ത് തന്നെ ആയാലും ഭാരതത്തിന്റെ ശത്രുക്കൾ ഒന്നൊന്നായി ഇല്ലാതാകുന്നു എന്നത് ഓരോ ഭാരതീയനും അഭിമാനകരമാണ്. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ISI ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ്. തങ്ങൾ അതീവ സുരക്ഷയിൽ വളർത്തുന്ന ആസ്തികൾ ഇങ്ങനെ ഓരോരുത്തരായി കൊല്ലപ്പെടുന്നത് അവരുടെ കഴിവുകേടായി വിലയിരുത്തപ്പെടുന്നു. ഭീകരർക്ക് ഇപ്പോൾ പാക് സൈന്യത്തെ പോലും വിശ്വാസമല്ലാതായിരിക്കുന്നു. ബഹാവൽപൂരിലെ ജെയ്ഷെ ആസ്ഥാനം ഇപ്പോൾ ഒരു കോട്ട പോലെ കാവലിലാണ്. എന്നിട്ടും അവിടെയുള്ളവർ പേടിച്ചാണ് ജീവിക്കുന്നത്. കാരണം മരണം ഏത് രൂപത്തിലാണ് വരുന്നതെന്ന് അവർക്കറിയില്ല. ഒരു വെടിയുണ്ടയായോ, വിഷമായോ, അതോ ആകാശത്തു നിന്നുള്ള ഒരു മിസൈലായോ എന്നവർക്ക് ഭയക്കുകയാണ്. ഭീകരർക്കിടയിൽ വൻ പരിഭ്രാന്തി നിലനിൽക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. താഹിർ അൻവറിന്റെ മരണം ജെയ്ഷയുടെ തകർച്ചയുടെ വേഗത എന്തായാലും വർദ്ധിപ്പിക്കും. സംഘടനയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ കൈകാര്യം ചെയ്തിരുന്ന ഒരാളുടെ അഭാവം ജെയ്ഷയെ അനാഥമാക്കും. മസൂദ് അസറിന്റെ മറ്റൊരു സഹോദരനായ ഇബ്രാഹിം ഖസർ കാണ്ഡഹാർ വിമാനം രാഞ്ചിയ സംഘത്തിലുണ്ടായിരുന്ന ആളാണ്. അവനും ഇപ്പോൾ മരണഭയത്തിലാണ്. കുടുംബം മുഴുവൻ ഭീകര പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായ മസൂദ് അസറിന്റെ വംശാവലിയെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ആക്രമണങ്ങൾ നടക്കുന്നത്. ഇത് ഭീകരതയ്ക്കെതിരെയുള്ള ഭാരതത്തിന്റെ സീറോ ടോളറൻസ് നയത്തിന്റെ ഭാഗമാണ്. പണ്ട് പാകിസ്ഥാൻ ഭീകരർ അതിർത്തി കടന്ന് വന്ന് ആക്രമണം നടത്തുമ്പോൾ നമ്മൾ പ്രസ്താവനകളിൽ മാത്രം ഒതുങ്ങിയിരുന്നു. എന്നാൽ ഇന്ന് ആ കളി മാറി. പകരത്തിന് പകരം വീട്ടാൻ മടിക്കാത്തൊരു ഭരണകൂടവും സൈന്യവും നമുക്കുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള കരുത്തുറ്റ നടപടികൾക്ക് ശേഷം ഇന്ത്യൻ അതിർത്തി കടന്നുള്ള ഭീഷണികൾക്ക് കൃത്യമായ മറുപടി ലഭിക്കുന്നുണ്ടെന്ന് തോന്നൽ ഓരോ പൗരനിലുമുണ്ട്. ഇത് നമ്മുടെ സൈനികരുടെ ആത്മവീര്യം വർദ്ധിപ്പിക്കുന്നു. ഭാരതത്തിന്റെ സാമ്പത്തിക കരുത്ത് വളരുമ്പോൾ സൈനിക കരുത്തും വർദ്ധിക്കുന്നു. ഇന്ന് നമ്മൾ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം മാത്രമല്ല, ലോകോത്തര നിലവാരമുള്ള ആയുധങ്ങൾ നിർമ്മിക്കുന്ന രാജ്യം കൂടിയാണ്. തേജസ് വിമാനങ്ങളും ബ്രഹ്മോസ് മിസൈലുകളും അത്യാധുനിക ഡ്രോണുകളും നമ്മുടെ കരുത്താണ്. ചരിത്രം സാക്ഷിയാണ്. അധർമ്മത്തിന് എപ്പോഴും പരാജയമേ ഉണ്ടായിട്ടുള്ളൂ. ഭാരതത്തിന്റെ മണ്ണിൽ അസ്വസ്ഥ്യം ഉണ്ടാക്കാൻ ശ്രമിച്ചവർക്ക് ഇന്ന് സ്വന്തം മണ്ണിൽ സമാധാനമായി ഉറങ്ങാൻ കഴിയുന്നില്ല. ഇത് നമ്മുടെ രാജ്യത്തിന്റെ കരുത്താണ്. 140 കോടി ജനങ്ങളുടെ അഭിമാനമാണ്. നമ്മുടെ സൈനികർ അതിർത്തിയിൽ കാവൽ നിൽക്കുമ്പോൾ പിന്നിൽ നിന്നും കുത്തുന്ന വഞ്ചകരെ അവരുടെ താവളങ്ങളിൽ ചെന്ന് ഇല്ലാതാക്കാൻ കരുത്തുള്ള ഒരു നേതൃത്വവും ഇന്റലിജൻസ് സംവിധാനവും നമുക്കുണ്ട്. മുഹമ്മദ് താഹിർ അൻവറിന്റെ മരണം ഒരു തുടക്കം മാത്രമാണ്. ഭാരതത്തിന്റെ ഓരോ തുള്ളിച്ചോരയ്ക്കും പകരമായി ശത്രുക്കൾ വലിയ വില നൽകേണ്ടി വരും. ലോകം ഇന്ന് ഭാരതത്തെ ഉറ്റുനോക്കുന്നു. ഭീകരതയെ തുടച്ചു നീക്കാൻ ഭാരതം നടത്തുന്ന ഈ പോരാട്ടം മാനവികതയ്ക്ക് വേണ്ടിയുള്ളതാണ്. പാകിസ്ഥാനിലെ അജ്ഞാതർ ആരായാലും അവർ ചെയ്യുന്നത് ലോക നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യമാണെന്ന് നമുക്ക് പറയാം. എന്തായാലും ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.